ഗൈസ്, അപ്പോൾ എല്ലാവർക്കും അറിയാം ഇപ്പം നൈക്കയിൽ പിങ്ക് ഫ്രൈഡേ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് വർക്കൗട്ട് ആയിട്ടുള്ളതും ഞാൻ റീപർച്ചേസ് ചെയ്തതും ഇനി പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ഞാൻ പരിചയപ്പെടുത്തി തരാം, അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ഞാൻ സജസ്റ്റ് ചെയ്യാം. ഈ വീഡിയോ കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും, കാരണം ഞാൻ എക്സ്പെൻസീവ് ആയിട്ടുള്ളതും പറയുന്നുണ്ട്, എന്നാൽ നല്ല അഫോർഡബിൾ ആയിട്ടുള്ളതും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വേണ്ടവർ മാത്രം ഈ വീഡിയോ കാണാം. ഫസ്റ്റ് നമുക്ക് ഫേസ് വാഷിൽ തുടങ്ങാം. ഞാൻ ഒത്തിരി ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ദി ടൈമും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ്. പക്ഷേ ഇപ്പം എനിക്കത് ബാംഗ്ലൂർ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഈ സിമ്പിളിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു അടിപൊളി ഫേസ് വാഷ് ആണ്. എനിക്ക് നന്നായിട്ട് വർക്കായിട്ടുണ്ട് ഇൻ ദ സെൻസ് നല്ലോണം വെളുത്തിട്ടുണ്ട്, ഗ്ലോ വന്നിട്ടുണ്ട്. അങ്ങനെയല്ല, ഒരു ഫേസ് വാഷ് എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ മേക്കപ്പ് ഇട്ടാലും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വാഷ് ചെയ്ത് കളയുമ്പോൾ നമുക്ക് ഇപ്പം ആ ഒരു ഡസ്റ്റ് ആയാലും ചളി ആയാലും പെട്ടെന്ന് ആ ഒരു മുഖം കുറച്ച് വാഷ് ചെയ്യുമ്പോൾ പോണ പോലെ ഒരു ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഈ ഫേസ് വാഷ് ഇപ്പം ഞാൻ റീപർച്ചേസ് ചെയ്തതാണ് സിമ്പിളിൻ്റെ. ഇത് നല്ല അഫോർഡബിൾ ആണ്. യൂഷ്വലി മേക്കപ്പ് ചെയ്യുന്നവർക്ക് ഫേസ് വാഷ് ഇട്ടാലൊന്നും മേക്കപ്പ് ചിലപ്പോൾ റിമൂവ് ആവണമെന്നില്ല. അതിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് പ്ലമ്മിൻ്റെ ഈ ക്ലെൻസിങ് ബാം. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് ഒരു 4-5 മാസമായിട്ടുണ്ടാവും. പക്ഷേ ഇതിപ്പോൾ ഇത്രയും ഞാനത് യൂസ് ചെയ്തിട്ടുള്ളൂ. ഒരു പിഞ്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നല്ലൊരു ക്ലെൻസിങ് ബാമാണ്. ഇതും കുറച്ചുകൂടി അഫോർഡബിൾ ആണ്. എനിക്ക് തോന്നുന്നു സെയിലിൽ പൈസ കുറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. മാത്രമല്ല പ്ലമ്മിൻ്റെ വെബ്സൈറ്റിലും സെയിൽ നടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടിൻ്റെയും പ്രൈസ് കമ്പയർ ചെയ്തിട്ട് വാങ്ങാം. നമുക്ക് ടോണറാണ്. ഈ ടോണർ കണ്ടോ, ഇതെൻ്റെ 3-4 ബോട്ടിലാണ്. ഞാൻ ഇത്രയും യൂസ് ചെയ്തിട്ടുണ്ട്. പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ആൻഡ് നിയാസിനമായിട്ട് ടോണറാണ്. ഇത് ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ പോഴ്സ് നന്നായിട്ട് റെഡ്യൂസ് ആവുന്നതൊന്നുമല്ല. മൊത്തത്തിൽ എൻ്റെ ഫേസ് ആയാലും നല്ല പിമ്പിൾസ് ആയാലും ഫേസ് നല്ല ഗ്ലോ വന്നിട്ടുണ്ട്. അത് പിമ്പിൾസ് പോകണോണ്ടായിരിക്കും. പക്ഷെ ഞാൻ ഞാനിപ്പം വേറെ തന്നെ ഒരു സ്കിൻ കെയർ ആണ് ചെയ്യുന്നത്. മേ ബി അതുകൊണ്ടല്ലായിരിക്കാം, പക്ഷെ അതിൽ ഇതും കൂടി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതിന് കഴിഞ്ഞ് ഞാൻ വീണ്ടും റീപർച്ചേസ് ചെയ്യും. അതുകൊണ്ട് ഇത് ബെസ്റ്റ് ടോണറായിട്ട്, ഈ ഒരു പൈസക്ക് ഇത് നല്ലൊരു ബെസ്റ്റ് ടോണറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ വേണമെങ്കിൽ ഇത് വാങ്ങി നോക്കാം. കുറേ പേര് യൂസ് ചെയ്യുന്നുണ്ട്, കുറേ പേര് നല്ല റിവ്യൂസും കൊടുക്കുന്നുണ്ട്. നല്ല ഹൈ പോഴ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല അഫോർഡബിൾ ആണിത്. അടുത്ത എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് മോയ്സ്ചറൈസർ ആണ്. ഓഫ്കോഴ്സ് എനിക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഈ പ്ലമ്മിൻ്റെ ഈ മോയ്സ്ചറൈസർ മാത്രമേ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളൂ. ഞാൻ കുറേ മോയ്സ്ചറൈസർ ഇതിന് മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പ്ലമ്മിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ ഫേസ് ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റ് ആവുന്ന പോലെ തോന്നും. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കുമ്പോൾ തന്നെ അറിയാം, ഇതൊരു വാട്ടറി കൺസിസ്റ്റൻസി ആണ്. ഇത് ഞാൻ ഇത്രയും യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു ബോട്ടിലും കൂടി വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതും അടിപൊളി സാധനമാണ്. നിങ്ങൾ നല്ല ഡ്രൈ സ്കിൻ ആയാലും ഓയിലി സ്കിൻ ആണെങ്കിലും ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഫേസ് മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് വാങ്ങിച്ചോ. നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു സൺസ്ക്രീനാണ്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട ഒരു സൺസ്ക്രീനാണ്. പക്ഷെ ഫസ്റ്റ് തന്നെ ഞാൻ പറയാം, ഇത് അഫോർഡബിൾ അല്ല. കേട്ടിട്ടുണ്ടാവും, ബ്യൂട്ടി ഓഫ് ജോസിൻ്റെ സൺസ്ക്രീനാണ് ഇത്. അത്രയും ഹൈപ്പ് കണ്ടിട്ട് ഞാൻ വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റാണ്. പക്ഷെ ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ മുന്നേ കുറേ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും നല്ലൊരു സൺസ്ക്രീൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ യൂസ് ചെയ്തിട്ടില്ല. അതായത് ഈ ഒരു പ്രൈസ് റേഞ്ച് 1200 തോന്നുന്നു. ഇപ്പം എത്ര പ്രൈസ് എന്ന് എനിക്കറിയില്ല. ഞാൻ വാങ്ങിച്ച പ്രൈസ് ഞാൻ പറയാം, അത് വെച്ച് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ സെയിൽ ഉണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ. അപ്പോൾ 1200 രൂപക്കാണ് ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായത്. ഒരു 900 ഒക്കെ ആണെങ്കിൽ ഇത് വേർത്താണ്. 900,000 1200 ആയാലും ഇത് വേർത്താണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് 1500-2000 അതിൻ്റെ ഉള്ളിലാണ്. പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ ഈ സൺസ്ക്രീൻ ഇട്ട് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ഗ്ലോ വരാൻ തുടങ്ങും ഫേസിൽ. പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുകാർക്ക് ഇഷ്ടപ്പെടുമോ അറിയില്ല. എൻ്റെ ഒരു ഓയിലി സ്കിന്നാണ്. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. തീരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്ത് പോകുമ്പോൾ മാത്രമേ ഇത് യൂസ് ചെയ്യാറുള്ളൂ. പുറത്ത് ഇൻ ദ സെൻസ് ഓഫീസ്, ഇല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോകണേ, അല്ലെങ്കിൽ എന്തെങ്കിലും കല്യാണത്തിനൊക്കെ ഞാനിത് യൂസ് ചെയ്യാറുള്ളൂ. ഇപ്പം ഞാനിത് യൂസ് ചെയ്ത് ഇത്രയും ആയിട്ടുണ്ട്. ഞാനിത് റീപർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതും എൻ്റെ ഒരു അടിപൊളി സജഷനാണ്. നിങ്ങൾക്ക് കുറച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇങ്ങനത്തെ എക്സ്പെൻസീവ് സാധനങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ. ഞാൻ അധികം മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്ന ആളല്ല. കുറച്ച് കാര്യങ്ങൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് വന്നിട്ട് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് ഈ ഒരു ബ്ലഷാണ്. ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ തന്നെ എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് വെയിൽ കൊള്ളുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ റെഡ്നെസ് കാണും. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, എന്തിനാണ് ആൾക്കാർ ഇങ്ങനെ ഈ ചുമപ്പിക്കുന്നത്? എനിക്ക് ഈ റെഡ്നെസ് മുഖത്ത് വരുന്നത് ഇഷ്ടമല്ല. അപ്പം അങ്ങനെ നമ്മളൊരിക്കൽ മാൾസിൻ്റെ ഷോപ്പിൽ പോയിട്ട് ഇത് ട്രൈ ചെയ്തിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഗൈസ്.
ഇതെന്ന് പറഞ്ഞാൽ 300 രൂപ എങ്ങാണ്ടേ ഉള്ളൂ ഇതിന്. ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ആയാലും നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നമ്മളെ ഫേസിൽ ഉണ്ടാകുന്ന ആ ഒരു ഗ്ലോ ആയാലും പറയാൻ പറ്റില്ല, അത്രയും കിടു പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബ്ലഷ് തപ്പി നോക്കുന്നതാണെങ്കിൽ ഇത് നല്ലൊരു ചോയ്സ് ആയിരിക്കും. ഇതൊരു കൈൻഡ് ഓഫ് ഒരു മെറൂൺ റെഡ് ആണ് വരുന്നത്. ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. ഭയങ്കര നാച്ചുറൽ ഫിനിഷാണ്, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് മസ്കാര യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ മാൾസിൻ്റെ മസ്കാര ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ആവാനായിട്ടുണ്ടാവും. ഇത് നല്ല അടിപൊളി മസ്കാരയാണ്. പിന്നെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഇതിനേക്കാളും ഇഷ്ടം ഒരു സിൽവർ മസ്കാരയുണ്ട് മാൾസിൻ്റെ, അതാണ്. പക്ഷേ അത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും സെയിം തന്നെയാണ്. അത് കുറച്ച് മെലിഞ്ഞതാണ്, ഇത് കുറച്ച് തടിച്ചതായതുകൊണ്ട് എനിക്കിങ്ങനെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടില്ല പോലെ ഫീൽ ചെയ്യും. പക്ഷേ നല്ല ബോൾഡ് ആയിട്ടുള്ള ഒരു ഐലാഷസ് ആണ് വേണ്ടെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങി ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്, എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന്. പക്ഷേ ഇത് നല്ലൊരു കിടു ഷെയ്ഡാണ്. അപ്പോൾ വേണ്ടവർക്ക് ഇത് വാങ്ങി നോക്കാം. ഇതും നല്ല അഫോർഡബിൾ പ്രൈസിനാണ്. ഇനി നിങ്ങൾക്ക് മസ്കാര ഏത് വേണമെങ്കിലും വാങ്ങാം. മാൾസിൻ്റെ മസ്കാര എല്ലാം ഏകദേശം അഫോർഡബിൾ റേഞ്ചിലാണ് വരുന്നത്. എനിക്ക് അത്യാവശ്യം ഐബ്രോ ഉള്ള കൂട്ടത്തിലാണ്, നല്ല തിക്കായിട്ട് ഐബ്രോസ് ഉണ്ടാവും. കഴിഞ്ഞ വട്ടം ഞാൻ ജസ്റ്റ് ത്രെഡ് ചെയ്യാൻ പോയപ്പം എൻ്റെ ബ്യൂട്ടി പാർലറിലത്തെ ചേച്ചി നല്ലോണം അങ്ങ് ത്രെഡ് ചെയ്തു. എനിക്കാണെങ്കിൽ തീരെ ഇഷ്ടമല്ല. അപ്പം ഞാൻ 2 ഐബ്രോ പെൻസിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരെണ്ണം ബ്രൗണും ഒരെണ്ണം ബ്ലാക്ക്. നിങ്ങൾ ഐബ്രോസ് എഴുതുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. 150 120 അങ്ങാണ്ടേ ഉള്ളൂ ഒരെണ്ണത്തിന്. നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. വെള്ളത്തോട് തുടച്ചു കളഞ്ഞാൽ മാത്രമേ അത് പോവുള്ളൂ. നമുക്ക് അതായത് ഇതിന് 2 സൈഡ് ഉണ്ട്, ഒരെണ്ണം എഴുതാനും പിന്നെ നമുക്ക് ഒന്ന് ഒതുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റേ സ്പൂളിങ് അല്ലേ, അതും ഉണ്ട്. ഇതും ആക്ച്വലി 2 നല്ല സാധനമാണ്. ഒരു 120-130 റുപ്പീസിന് ഒരെണ്ണം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലും ഇത് മാൾസിൻ്റെ ആണ്. മാൾസിൻ്റെ ബ്രൗണും ബ്ലാക്കും ആണിത് ഐബ്രോ പെൻസിൽ. ഇപ്പം റീസെൻ്റ് ആയിട്ട് എൻ്റെ 2-3 ഷോർട്സിൽ ആൾക്കാർ ചോദിക്കാറുണ്ട്, ആൾക്കാരെന്നല്ല 1-2 പേര് ചോദിക്കാറുണ്ട് ഏതാ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന്. ഞാനിപ്പോൾ ഭയങ്കര കോമൺ ആയിട്ട് ആകെ 3 ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യാറ്. ഒരെണ്ണം മെബിലിൻ്റെ മെയ്ഡീസി, ഓക്കെ, ഒരെണ്ണം മിസ് ക്ലെയറിൻ്റെ 02 ഡസ്റ്റി റോസ്, ഒരെണ്ണം മാൾസിൻ്റെ റോക്കോൺ. ഞാൻ യൂഷ്വലി മെബിലിനാണെങ്കിൽ ഞാൻ തന്നെ ഇടാറാണ് പതിവ്. ഇപ്പം യൂഷ്വലായിട്ട് ഇടുന്ന കോമ്പോ എന്ന് പറഞ്ഞാൽ മിസ് ക്ലെയറിൻ്റെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ റോക്കോൺ ജസ്റ്റ് ഇങ്ങനെ ടച്ചപ്പ് ചെയ്ത് കൊടുക്കും. നല്ലൊരു വെറൈറ്റി ഷെയ്ഡാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒക്കെ റീൽസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ ആ റീൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇട്ടിട്ടുള്ളതും അത് എന്ത് ഷെയ്ഡാണ് എൻ്റെ ഫേസിന് വരുന്നത് നോക്കിയിട്ട് എൻ്റെ ഫേസുമായിട്ട് നിങ്ങൾക്ക് മാച്ച് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കോളും. എല്ലാം അഫോർഡബിൾ ആണ്. എല്ലാം 200-300 റേഞ്ചിൽ വരുന്ന 3 ഭയങ്കരമായിട്ട് ആൾക്കാർ ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ടിട്ടുള്ളത് ഒന്നിക്കൽ ഈ മിസ് ക്ലെയർ മാൾസ് കോമ്പിനേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇത് 3 കോംബോ ആയിരിക്കും. അപ്പോൾ ഇത് 3 എനിക്ക് പറയാനുള്ളത്. പിന്നെ മാൾസിൻ്റെ ഖൂബ്സൂരത് കുച്ചിപ്പുടി, അതും ഭയങ്കര കിടു ഷെയ്ഡാണ്, എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഞാൻ 2-3 ഷെയ്ഡും കൂടി ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. കെ ബ്യൂട്ടിയുടെയും മാക്കിൻ്റെയും 2-3 ഷെയ്ഡും കൂടി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എനിക്ക് വാങ്ങിക്കാൻ. ഇപ്പോൾ സെയിലിൽ കെ ബ്യൂട്ടിയും മാക്കും നല്ലോണം പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഏതൊക്കെയാണ് ഷെയ്ഡ് എന്ന്. കാരണം അതിപ്പോൾ എൻ്റെ കയ്യിലില്ല, എനിക്ക് കാണിച്ചു തരണമെങ്കിൽ. ഞാൻ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇന്ന് പോയിട്ട് അത് സ്വാച്ച് ചെയ്ത് നോക്കിയിട്ട് വരിക ചെയ്തത്. അപ്പോൾ വേണമെങ്കിൽ ഞാൻ ഷെയ്ഡ് പറഞ്ഞുതരാം. അപ്പം ഇത് 3 എൻ്റെ സജഷൻ. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള 3 ലിപ്സ്റ്റിക്കാണ് ഇത്. ഇനി എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് പെർഫ്യൂംസ് ആണ്. ഓഫ് കോഴ്സ് ഞാനിപ്പം 3 പെർഫ്യൂം മിക്സ് ആയിട്ട് അടിച്ചിട്ടാണ് പോവാറ്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പെർഫ്യൂം നോക്കുകയാണെങ്കിൽ ഈ റാംസൺസിൻ്റെ എക്സോട്ടിക് നല്ലതാണ്. ഒരു അത്തർ ഊത് കൈൻഡ് ഓഫ് സ്മെല്ലാണെങ്കിലും കുറച്ച് കഴിയുമ്പം അതൊരു വാനില ജാസ്മിൻ മിക്സ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് സ്മെല്ലാണ്. നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ് റാംസൺസിൻ്റെ എക്സോട്ടിക്ക. ഇതാണ് ഫസ്റ്റ് സജഷൻ. ഇത് നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ പ്ലമ്മിൻ്റെ വാനില ക്യാരമലോ എന്ന് പറഞ്ഞാൽ ഇത് കിടു ഷെയ്ഡാണ് ഗൈസ്. നിങ്ങളിങ്ങനെ വാനില കപ്പ് കേക്ക് അതിൻ്റെ ഒക്കെ ലവർ ആണെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്, ഒന്നും ആലോചിക്കണ്ട. കിടു ഷെയ്ഡാണ്. പിന്നെ നമ്മൾ ഏതെങ്കിലും ബോഡി ലോഷൻ ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും. അത്യാവശ്യം ഒരു 4-5 മണിക്കൂർ ലാസ്റ്റ് ചെയ്യും. AC യിലൊക്കെ ആണെങ്കിൽ ഒരു 6-7 മണിക്കൂർ ലാസ്റ്റ് ചെയ്യും. ഇനി കുറച്ചും കൂടി സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, യു ആർ ദ വൺ ബാത്ത് ആൻഡ് ബോഡി വർക്സിൻ്റെ ആണ്. ഇതിനൊരു 999 ആയിരിക്കും ഇതിൻ്റെ റേഞ്ച് വരുന്നത്. ഇത് അടിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഞാൻ നാട്ടിൽ പോയപ്പം എൻ്റെ അടുത്ത് 2-3 ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ബാംഗ്ലൂർ പോയപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് വരെ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അബി നിന്നെ എന്തൊരു നല്ല മണമാണ്. അപ്പോഴൊക്കെ ഞാൻ അടിച്ചിട്ടുള്ളത് യു ആർ ദ വൺ ആണ്. എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല, ഇത് അത്രയും കിടു സ്മെല്ലാണ്. നിങ്ങൾ കുറച്ച് പെർഫ്യൂം അഡിക്റ്റഡ് ആണെങ്കിൽ, കുറച്ച് സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ യു ആർ ദ വൺ ട്രൈ ചെയ്ത് നോക്കാം. ആക്ച്വലി ഇതിന് 2000-2200 റേഞ്ച് ഉണ്ട്. പക്ഷേ ഇപ്പോൾ സെയിൽ നടക്കുമ്പോൾ ചിലപ്പോൾ 999 ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണും മുട്ടി വാങ്ങിക്കാം, ഞാൻ ഗ്യാരണ്ടി. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് ബോഡി മിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ലാസ്റ്റ് ചെയ്യുന്ന പ്രതീക്ഷിക്കണ്ട. എന്തെങ്കിലും ഒരു ബോഡി ലോഷനോ അല്ലെങ്കിൽ ബോഡി ഓയിലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. കുറച്ചും കൂടി
അഫോർഡബിൾ ആയിട്ടുള്ള ബോഡി ലോഷൻസ് ആണ് നോക്കുന്നതെങ്കിൽ ഈ പ്ലമ്മിൻ്റെ വാനില കാരമല്ലോ എന്ന് പറഞ്ഞ നല്ലൊരു ബോഡി ലോഷനാണ്. അത്യാവശ്യം നന്നായിട്ട് മോയ്സ്ചറൈസിങ് ആണ്. ഇപ്പം ഞാൻ ഇന്ന് ഇട്ട് കിടന്നാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഡ്രൈ ആയ ഒരു ഫീൽ വരും. പക്ഷേ ആ ഒരു മോയ്സ്ചർ ലോക്ക് ആയതുകൊണ്ട് തന്നെ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആയിരിക്കും. അത്യാവശ്യം രാവിലെ എണീക്കുമ്പോഴും ഇതിൻ്റെ സ്മെല്ല് അങ്ങനെ തന്നെ ഉണ്ടാവാറുണ്ട്. 400 ml ബോട്ടിലിന് 320 അങ്ങാണ്ടേ റേറ്റ് ഉള്ളൂ. അപ്പം കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഏറ്റവും നല്ലൊരു ബോഡി ലോഷൻ തപ്പി നടക്കുന്നതാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഇതിൻ്റെ സ്മെല്ല് വാനില കാരമൽ കപ്പ് കേക്ക് ആ ഒരു കൈൻഡ് ഓഫ് സ്മെല്ലാവുണ്ട്. അതുകൊണ്ട് ആ കൈൻഡ് ഓഫ് സ്മെല്ല് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത് നോക്കാം. ഇനി ഞാൻ കുറച്ചും കൂടി ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള 2 ബോഡി ലോഷൻസ് പറഞ്ഞുതരാം. രണ്ടും ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ ആണ്. ഒരെണ്ണം ഡാർക്കിസ്, ഒരെണ്ണം യു ആർ ദ വൺ. ഞാൻ ഓൾറെഡി യു ആർ ദ വൺ പെർഫ്യൂമിൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ ബോഡി ലോഷൻസ് ആണ്. അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും, സ്മെല്ല് ലാസ്റ്റ് ചെയ്യും, നന്നായിട്ട് മോയ്സ്ചറൈസിങ്ങും ആക്കും. ഇത് 899 റേഞ്ചിൽ വരുന്ന 2 ബോഡി ലോഷൻസ് ആണ്. പക്ഷെ ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 5 മാസം ആയിട്ടുണ്ട്. ഇതെൻ്റെ 2ാമത്തെ ബോട്ടിലാണ്. ഇതെൻ്റെ ഫസ്റ്റത്തെ ബോട്ടിലാണ്. പക്ഷെ ഞാൻ 2ാമത്തെ ബോട്ടിൽ സെയിൽ വരാൻ കാത്തിക്കായിരുന്നു വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇതും അടിച്ചിട്ട് ആ യു ആർ ദ വൺ പെർഫ്യൂമും കൂടി അടിച്ചാൽ പിന്നെ നിങ്ങൾ നോക്കേ വേണ്ട, നമ്മൾ വേറെ തന്നെ ഒരു ലോകത്തായിരിക്കും. ഇത് ഞാൻ ഇത്രയും നാൾ പർച്ചേസ് ചെയ്തതിൽ വെച്ചിട്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് യു ആർ ദ വൺ ആണ്. പക്ഷേ കുറേ പേര് ഡാർക്കിസ് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കൈൻഡ് ഓഫ് സ്മെല്ലാണ് ഇഷ്ടമെന്ന് വെച്ചാൽ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കാം. ഒരു 899 റേഞ്ച് ആണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോ, നല്ലതാണ്. നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും, നല്ല മോയ്സ്ചറൈസിങ്ങുമാണ്. റോൾ ഓൺ എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് അണ്ടർ ആം ഡാർക്ക്നെസ് കുറക്കുന്നതൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് ആ ഒരു സ്മെല്ലാണ് വേണ്ടത്. ആ ഒരു ഞാൻ ഡാർക്ക്നെസ് കുറയാനല്ല റോൾ ഓൺ യൂസ് ചെയ്യുന്നത്, ഞാനൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ പണി ഇത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇന്ന് യൂസ് ചെയ്താൽ നാളെ രാവിലെ ആയാലും നാളെ കുളിക്കുന്നവരെ നമുക്ക് ആ സ്മെല്ല് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇത് കാർമേസിയുടെ ആണ്. നിവ്യയുടെ ആയാലും നല്ലതാണ്, ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കാർമേസിയുടെ കോക്കനട്ട് ഫ്ലേവറാണ് തോന്നുന്നത്. സ്വീറ്റ് സമ്മർ ആണ്, പക്ഷേ ഇത് ഒരു കോക്കനട്ട് വാനില കൈൻഡ് ഓഫ് സ്മെല്ലാണ് വരിക. ഇതും അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഇതിന് 150 രൂപക്കൊക്കെ കിട്ടും സെയിലിൻ്റെ സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാണെങ്കിൽ ഇത് നോക്കി വാങ്ങിക്കോളൂ. ഞാൻ ഷാമ്പു ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ഷാമ്പൂവിൽ ഞാനിങ്ങനെ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മുടിക്ക് ഏതാണ് കൂടുതൽ ചേരുന്ന ഷാമ്പൂന്ന്. കുറച്ചും കൂടി മൈൽഡ് ആയിട്ടുള്ളൊരു ഷാമ്പൂ, തലയിൽ ഓയിലൊന്നും ഇടാണ്ട് തല നനക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനത്തെവരാണെങ്കിൽ നിങ്ങൾക്ക് പ്ലമ്മിൻ്റെ ഒരു ബ്ലൂ കളർ ഷാമ്പൂ ഉണ്ട്, അത് ട്രൈ ചെയ്ത് നോക്കാം. അതിപ്പോൾ ഒരു 2 പ്രാവശ്യം കിട്ടാലേ നമ്മൾ ആ ഓയിൽനെസ് പോകുള്ളൂ. അപ്പോൾ ഓയിൽ യൂസ് ചെയ്യാണ്ട് തല നനക്കുന്ന ആൾക്കാർക്ക് അതൊരു ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ ഷാമ്പൂ യൂസ് ചെയ്തതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് വെല്ല പ്രൊഫഷണലിൻ്റെ ഉണ്ട്, ക്രോൺ പ്രൊഫഷണൽ, അവരൊക്കെ ഷാമ്പൂ നല്ലതായിരിക്കും. പിന്നെ എനിക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് ഈ സ്ക്വാസ്കോഫിൻ്റെ സ്പാ ക്രീമാണ്. ഇതെനിക്ക് ഒരു രക്ഷയില്ല. എനിക്ക് എങ്ങനെ ഇത് പറയാനറിയില്ല. ഞാൻ എന്നെ അറിയുന്നവർക്കൊക്കെ ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ സ്പാ ക്രീം എന്ന് പറയുന്ന ഒരു മറ്റേ ലൈഫ് സേവർ പോലെയാണ്. ഞാനിപ്പോൾ എൻ്റെ മുടി ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ സ്പാ ക്രീം യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇതെൻ്റെ 2ാമത്തെ ബോട്ടിൽ കയ്യാറായി. എനിക്ക് എന്തായാലും ഇത് ഓർഡർ ചെയ്യേണ്ട സമയമായി. ഇതിപ്പം 500 ml ബോട്ടിൽ നമുക്കൊരു 450 രൂപയ്ക്ക് എങ്ങാണ്ട് കിട്ടും. 450 രൂപയ്ക്ക് നമുക്ക് കിട്ടും. ഈ 500 ml ബോട്ടിൽ നമുക്ക് 490 480 റേഞ്ചിൽ കിട്ടും. അപ്പം ഇത് നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ്. നമ്മളിപ്പം സ്പാ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് 2000 ഒക്കെ കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഈ 500 രൂപയുടെ ഒരു ബോട്ടിൽ വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് ഇതൊരു 2 മാസമൊക്കെ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എൻ്റെ മുടി നല്ല സോഫ്റ്റ് ആയതും മിക്കതും ഈ സ്പാ ക്രീം കൊണ്ടാണ്. ഞാൻ ഒരുപാട് പേർക്ക് ഞാനിത് സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഹെയർ സിറം. ഞാൻ സ്ട്രീക്സിൻ്റെതും റെക്കമെൻഡ് ചെയ്യും, പിന്നെ ബയോളജിൻ്റെയും റെക്കമെൻഡ് ചെയ്യും. സ്ട്രീക്സ് ആണെങ്കിൽ കുറച്ചും കൂടി അഫോർഡബിൾ ആയിരിക്കും തോന്നുന്നു ബയോളജിനെക്കാളും. പക്ഷേ ബയോളജിയും അഫോർഡബിൾ ആണ്, 300 റേഞ്ച് ആണ്. സ്ട്രീക്സ് നമുക്ക് ചിലപ്പോൾ 250 ഒരു 280 റേഞ്ചിൽ കിട്ടും. ഇപ്പം 2 പ്രൈസ് എനിക്ക് അറിയില്ല എത്രയും ഡിഫറൻസ് ഉണ്ടെന്ന്. അപ്പം നന്നായിട്ട് ഹെയർ നന്നായിട്ട് മോയ്സ്ചറൈസിങ്ങും സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബയോളജി യൂസ് ചെയ്ത് നോക്കാം. ബയോളജിയും സ്ട്രീക്സും ഞാൻ റെക്കമെൻഡ് ചെയ്യും. രണ്ടും അതിൻ്റെതായിട്ടുള്ള 2ൻ്റെയും പണി നന്നായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രീക്സ് ആണ് കംഫർട്ടബിൾ എങ്കിൽ അത്, അല്ലെങ്കിൽ പുതിയൊരെണ്ണം മാറി വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബയോളജി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നതും ഞാൻ ഇനി റീപർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ പിന്നെ ഞാൻ കെ ബ്യൂട്ടിയുടെയും മാക്കിൻ്റെയും കുറച്ച് ഷെയ്ഡ് ഞാൻ സ്വാച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചതിന് ശേഷം റിവ്യൂ ഇടാം. ഇല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഷെയ്ഡ്സ് ഞാൻ താഴെ കൊടുത്തിട്ട് ലിങ്ക് ഞാൻ വേണമെങ്കിൽ
ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ വേണ്ടവർ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നല്ല പ്രൈസ് കുറഞ്ഞിട്ടുണ്ട് കെ ബ്യൂട്ടി മാക്ക് ലിപ്സ്റ്റിക്കിന്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. വേണ്ടവർ പെട്ടെന്ന് തന്നെ നൈക്കയിൽ പോയി വാങ്ങിച്ചോളൂ. നല്ല പ്രൈസ് ഡ്രോപ്പ് വന്നിട്ടുണ്ട്. ഈ പിങ്ക് സെയിലിനാണ് ഇവർക്ക് ഇത്രയും പ്രൈസ് ഡ്രോപ്പ് ഉണ്ടാവാറ്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എത്രയും പെട്ടെന്ന് വീഡിയോ ഇട്ടത്. അപ്പോൾ വേണ്ടവർ ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിച്ചാൽ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.